നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ മുഴുവനും ഈ അടുത്ത് വന്ന വലിയ ചർച്ചയായിരുന്നു മമ്മൂട്ടി നായകനായ ഡൊമിനിക് ആൻഡ് ലേഡീസ് പേഴ്സിൻ്റെ OTT റിലീസ്, പിന്നെ ബസൂക്ക് എന്ന സിനിമയുടെ ഒരു OTT റിലീസിനെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ. ഏതായാലും ആ രണ്ട് സിനിമകൾക്കും ഒന്നിച്ച് ശാപമോക്ഷം കിട്ടി എന്ന് തന്നെ പറയേണ്ടി വരും. ഡൊമിനിക്കിനൊപ്പം ബസൂക്കയും സ്വന്തമാക്കി OTT പ്ലാറ്റ്ഫോം. വാർത്തകളിലേക്ക് നമുക്കൊന്ന് നോക്കിയാലോ. പ്രിയപ്പെട്ട മമ്മൂട്ടി ആരാധകരെ ശാപമോക്ഷം കിട്ടി എന്ന് പറഞ്ഞത് OTT റിലീസ് ഡേറ്റ് തീരുമാനിച്ചിട്ടുണ്ടായല്ലോ, അതുമാത്രമാണ്. മമ്മൂക്കൊരു മികച്ച നടൻ തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ മികച്ച തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ട് മലയാളം മൂവി ന്യൂസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുത്തൻ സിനിമാ വിശേഷങ്ങൾക്കായി നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കൂ. നമുക്ക് വാർത്തയിലേക്ക് കടക്കാം. സോഷ്യൽ മീഡിയയിൽ ഈ അടുത്ത് വന്ന ഏറ്റവും വലിയ ചർച്ചയായിരുന്നു മമ്മൂട്ടി നായകനായ ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സിൻ്റെ OTT റിലീസ്. ജനുവരിയിൽ തിയേറ്ററിലെത്തിയ ചിത്രം 6 മാസമായിട്ടും ഒരു OTT പ്ലാറ്റ്ഫോമിൽ പോലും വന്നിട്ടില്ല. മുൻപേ തിയേറ്ററുകളിലെത്തിയ പല സിനിമകളും ഒപ്പമെത്തിയ സിനിമകളും OTTയിൽ വന്നപ്പോഴും ഡൊമിനിക് മാത്രം വരാത്തതായിരുന്നു ചർച്ച. ഈ വർഷത്തെ മമ്മൂട്ടിയുടെ രണ്ടാമത്തെ തിയേറ്റർ റിലീസായ ബസൂക്കയും ഇതേവരെ OTTയിൽ എത്തിയിരുന്നില്ല. OTTയിൽ എത്തിയാത്ത ധ്രുവനക്ഷത്രം എന്നായിരുന്നു ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സിനെ ട്രോളർ വിശേഷിപ്പിച്ചത്. ഇൻഡസ്ട്രി ഹിറ്റായ സിനിമകൾ പോലും 8 ആഴ്ചക്കകം OTTയിൽ എത്തിയപ്പോൾ ഡൊമിനിക്കും ബസൂക്കയും വരാത്തത് പലരും ചർച്ചയാക്കി. ഇപ്പോഴിത് ആ കാത്തിരിപ്പിനൊടുവിൽ ഇരു ചിത്രങ്ങളും OTT റിലീസിന് തയ്യാറെടുക്കുന്നു എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. മുൻനിര OTT പ്ലാറ്റ്ഫോമുകളായ C5 ആണ് രണ്ട് ചിത്രങ്ങളുടെയും റൈറ്റ് സ്വന്തമാക്കിയതെന്നാണ് റിപ്പോർട്ടുകൾ. ഈ മാസം അവസാനമായോ അടുത്ത മാസം പകുതിയോടുകൂടിയോ രണ്ട് ചിത്രങ്ങളും OTTയിലേക്ക് എത്തിയേക്കും. തമിഴ് സംവിധായകനും നടനുമായ ഗൗതം വാസുദേവ് മേനോൻ ആദ്യമായി മലയാളത്തിൽ സംവിധാനം ചെയ്ത ചിത്രമാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ്. അത്യാവശ്യം പോസിറ്റീവ് റെസ്പോൺസ് ലഭിച്ച ചിത്രം ബോക്സ് ഓഫീസിൽ പ്രതീക്ഷിച്ച വിജയം കൈവസമാക്കിയില്ല. മമ്മൂട്ടി കമ്പനിയുടെ ആദ്യ തിയേറ്റർ പരാജയമായി ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ് മാറിയെന്നാണ് പലരും വിമർശകർ പറഞ്ഞത്. നവാഗതനായ ഡീനോ ഡെന്നിസ് അണിയിച്ചൊരുക്കി ഗെയിം ത്രില്ലറായി ഇറങ്ങിയ സിനിമയാണ് ബസൂക്ക. പ്രമേയം കൊണ്ട് വളരെ വ്യത്യസ്തമായ ചിത്രം, പക്ഷേ അവതരണത്തിൽ പാളുകയായിരുന്നു എന്നാണ് വിമർശകർ പറയുന്നത്. വിഷു റിലീസായി തിയേറ്ററുകളിലെത്തിയ ചിത്രം പരാജയമായി മാറി എന്നും മമ്മൂട്ടിയുടേതല്ലാത്ത ആരാധകർ പറയുന്നു. മമ്മൂട്ടിയുടെ സ്റ്റൈലിഷ് റോളും BGMഉം മാത്രമായിരുന്നു ചിത്രത്തിൻ്റെ പോസിറ്റീവ്.